എന്തൊക്കെയുണ്ട്, സുഖമല്ലേ? അങ്ങനെ രാവിലെ തന്നെ എഴുന്നേറ്റ് ബ്രസീലിൻ്റെയും നോർവേയുടെയും കളിയൊക്കെ കണ്ടു. നോർവേ അങ്ങനെ അടുത്ത ക്വാർട്ടർ ഫൈനലിലേക്ക് കയറിയിരിക്കുകയാണ്. ബ്രസീൽ തോറ്റുപോയാൽ ചെറിയ വിഷമമൊക്കെ ഉണ്ട്, എന്നാലും ഒരു കളിയാകുമ്പോൾ ജയം തോൽവിയൊക്കെ ഉണ്ടാവുമല്ലോ. പുലർച്ചെ 4 മണിക്ക് തുടങ്ങിയ കളി അവസാനിച്ചപ്പോൾ ഏകദേശം 6 മണിയൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ നേരെ പോയത് ജിമ്മിലോട്ടാണ്. ഞാൻ വർക്ക് ചെയ്യുന്നത് ഷിഫ്റ്റ് അവേഴ്സിലായതുകൊണ്ട് തന്നെ ഈ ഓഫുള്ള ദിവസങ്ങളിൽ പുറത്തോട്ടൊക്കെ പോകുമ്പോൾ ഓഫീസ് അവേഴ്സിൽ വർക്കിന് പോകുന്നവരെ കാണുമ്പോൾ പ്രത്യേക ഒരു സന്തോഷം കേട്ടോ. അങ്ങനെ വർക്കൗട്ടൊക്കെ കഴിഞ്ഞ് ഇന്ന് നമ്മൾ നേരെ പോകുന്നത് തൊട്ടടുത്ത് തന്നെയുള്ള സിംഗപ്പൂരിലെ ഔദ്യോഗികമായി ഇതുവരെ അംഗീകരിച്ചിട്ടില്ലെങ്കിലും കൂടുതൽ പേരും രാവിലെ കഴിക്കുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് സെറ്റ് ഉണ്ട്. അത് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിന്ന് പോകുന്നത്. ഞാൻ നിങ്ങളുടെ അടുത്ത് മുന്നേ പറഞ്ഞിട്ടുണ്ട്, സിംഗപ്പൂരിലെ നാഷണൽ ട്രേഡ് യൂണിയൻ കോൺഗ്രസിൻ്റെ മെമ്പറാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഈ കോപ്പിത്യാമിൽ, അതായത് ഇതുപോലത്തെ കോഫി ഷോപ്പുകളിൽ പോയി കഴിഞ്ഞാൽ രാവിലെ 7 മണി തൊട്ട് 11 മണി വരെ അവൈലബിൾ ആവുന്ന അവരുടെ സിഗ്നേച്ചർ ബ്രേക്ക്ഫാസ്റ്റ് സെറ്റ് യൂണിയൻ മെമ്പേഴ്സിന് ഒരു 10-60 സെൻറ്റ് ലാഭത്തിന് നമുക്ക് മേടിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ സെറ്റിൽ എന്തൊക്കെ ഉണ്ടാകുമെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ഹാഫ് ബോയിൽഡ് എഗ്സ് ഉണ്ടാവും, പിന്നെ 2 സ്ലൈസ് ഓഫ് ബ്രെഡ്, അതിൻ്റെ അകത്ത് ബട്ടറും കായയും. ഈ കായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോക്കനട്ട് മിൽക്കില്ലേ, അതായത് നമ്മുടെ തേങ്ങാപ്പാലിൽ നിന്ന് ഉണ്ടാക്കുന്ന ഒരു തരം ജാമാണ്. നല്ല മധുരമുള്ളൊരു സംഭവമാണ്. അത് 2 ബ്രെഡിൻ്റെ അകത്ത് തേച്ചിട്ട് പകുതിയാക്കി തരും. പിന്നെ അതിൻ്റെ കൂടെ നമുക്കൊന്നെങ്കിൽ ടീ അല്ലെങ്കിൽ കോഫി ഓർഡർ ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ അത് കഴിഞ്ഞ് വീട്ടിൽ പോയിട്ട് നമ്മൾ ചൈനയിൽ പോയ യാത്രയുടെ വീഡിയോകളൊക്കെ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഏകദേശം ഉച്ച കഴിഞ്ഞപ്പം ഒരു ഹൈ പ്രോട്ടീൻ ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് കൂട്ടുകാരൻ്റെ PS5 കുറച്ചേരം ഗെയിമൊക്കെ കളിച്ചിരുന്നു. അപ്പം ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.